പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. അപ്പൊ ബേസിലും കഥ കേട്ട് കഴിഞ്ഞപ്പോ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കഥയൊക്കെ ഓക്കെ, ചേട്ടൻ തന്നെ ചെയ്തൂടെ എന്ന് ചോദിച്ചു. അദ്ദേഹം വന്നു പറഞ്ഞ അദ്ദേഹം വേറൊരു കാര്യത്തിൽ നിന്ന് വന്ന് ഇത്തിരി ദേഷ്യത്തിലായിരുന്നു. പാട്ട് കേട്ടില്ല. പാട്ട് കേൾക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പുതിയ സംഗീത സംവിധായകർ ഇങ്ങനെ ആവരുത്, നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യണം. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നായകനെ സമ്മാനിച്ച ചിത്രമായിരുന്നു വിശേഷം. സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു വിശേഷം. ആ ചിത്രത്തിൻ്റെ നായകൻ ആനന്ദ് മധുസൂദനൻ ഇന്ന് നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്, ചലച്ചിത്ര സംവിധായകനാണ്. ആ മേഖലയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സിനിമയുടെ നായക പദവിയിലേക്ക് വന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ പോലും ഒത്തിരി വിശേഷങ്ങൾ ഇതിനകം അദ്ദേഹം പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്. എങ്കിലും പുതിയ സിനിമയുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തിനനുസരിച്ചുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുന്ന ഒരു സിനിമയുടെ വർത്തമാനകാല ഈ നിമിഷങ്ങളിൽ അദ്ദേഹം നമ്മളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. വിശേഷത്തിൻ്റെ വിശേഷങ്ങൾ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ധാരാളം പറഞ്ഞു. അതിൻ്റെ ഒരു പുതുമയില്ലാത്ത വിധം വളരെ കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. എങ്കിലും അറിയാത്ത പ്രേക്ഷകരിലേക്ക് ഒരു നായകനായിട്ട് താങ്കൾ വന്നൊരു സിനിമയായിരുന്നു. സമീപകാലത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. ഒരു പ്രത്യേക പ്രമേയമായിരുന്നു, അവതരണമായിരുന്നു. നമ്മുടെയൊക്കെ ഒരു നായക സങ്കല്പങ്ങളെ വിപ്ലവകരമായിട്ട് മാറ്റിമറിക്കുന്നൊരു സൂരജിൻ്റെ ചിത്രമായിരുന്നു. നിങ്ങൾ തമ്മിൽ വളരെ ആത്മബന്ധമുള്ള ഒരു സംവിധായകനും നായകനുമാണ്. അതിനപ്പുറം നിങ്ങൾ തമ്മിൽ മറ്റു ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളിൽ സംഗീതം നൽകിയ സംഗീത സംവിധായകനാണ്. എങ്ങനെയാണ് വിശേഷത്തിൻ്റെ ആ സിനിമയിലേക്ക് നായക പദവിയിലേക്ക് താങ്കൾ വരുന്നത്? വിശേഷം എൻ്റെ കഥയും തിരക്കഥയും ഒക്കെ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ചർച്ചകൾ തുടങ്ങുന്നത് കഥയിൽ നിന്നാണ്. അപ്പൊ കഥ പറയുക എന്ന് പറയുന്നത് വിശേഷത്തിന്റെ എന്നല്ല, മറ്റ് ഏത് കഥ മനസ്സിൽ തോന്നിയാലും ആദ്യം പറയുന്ന ഒരു കൂട്ടം കൂട്ടുകാരുണ്ടാവും. അപ്പൊ ആ കൂട്ടുകാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ച് സൂരജേട്ടൻ, സൂരജ് ടോം, നമ്മുടെ വിശേഷത്തിന്റെ സംവിധായകൻ. അപ്പൊ കഥ പറയാൻ എനിക്കിഷ്ടമാണ്. കഥ എഴുതുന്നതിന് ഉപരി ഞാൻ പറയുന്ന ആളാണ്. അങ്ങനെ കഥ പറയുകയും ഒക്കെ ചെയ്ത് വിശേഷത്തിന്റെ കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അതിനുശേഷം ഞങ്ങള് അന്നേരം കോവിഡ് സമയം വന്നു കഴിഞ്ഞപ്പോൾ ആ സിനിമ അന്നേരം ചെയ്യാൻ പറ്റുന്നതല്ലാതെ മനസ്സിലാക്കി മറ്റൊരു ചിത്രത്തിലേക്ക് പോയി. കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞ സിനിമയിലേക്കാണ് ഞങ്ങൾ പോയത്. അതിനുശേഷം വീണ്ടും വിശേഷം എന്നുള്ള കാര്യത്തിലേക്ക് വീണ്ടും വന്നു. അതായത് ഈ കാലഘട്ടത്തിന്റെ അളവിൽ ഒക്കെയും ഈ വിഷയത്തിന്റെ പ്രസക്തി അപ്പോഴും നിന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പിന്നെയും നമ്മളത് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് കഥ പറയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചലച്ചിത്ര മേഖലയിലുള്ള ഏറ്റവും നല്ല വാണിജ്യപരമായിട്ടും എല്ലാം ഉതകുന്ന ആർട്ടിസ്റ്റുകളെ ആലോചിച്ച് തന്നെയാണ് അത് ചിന്തിച്ചത്. ഇന്ന ആളെന്ന് പറഞ്ഞാൽ തിരക്കഥ എഴുതിയിട്ടില്ല, പക്ഷെ എഴുതിയതിന് ശേഷം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടായത് സൂരജേട്ടൻ എന്നോട് ചോദിക്കേണ്ടായി, ആനന്ദിന് എന്നത് ചെയ്തുകൂടെ? കാരണം ഞാൻ കഥ പറയുമ്പോൾ അവരെല്ലാം പറയുന്നത് ഒരു മോണോആക്ട് പോലെയാണ്, ഞാനത് അഭിനയിച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നു. ആനന്ദ് കഥ പറയുമ്പോൾ ആനന്ദിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കും, കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കൗതുകം തോന്നാറുണ്ട്. ആ കൗതുകമാണ് നായക പദവിയിലേക്ക് മാറ്റാം എന്ന് സൂരജനെ പറഞ്ഞിരുന്നു. അതെ. അപ്പൊ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അത് ചോദ്യം വന്നത്. ചോദ്യം വന്നപ്പോൾ ഞാൻ ആദ്യം അത് സമ്മതിച്ചിരുന്നില്ല. മറ്റൊന്നുകൊണ്ടും അല്ല, ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതായിട്ട് പിന്നെ ഒരു തവണ ബേസിലിന്റെ അടുത്ത് കഥ പറയാൻ പോവുകയുണ്ടായി. അപ്പൊ ബേസിലും കഥ കേട്ട് കഴിഞ്ഞപ്പോ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കഥയൊക്കെ ഓക്കെ, ചേട്ടൻ തന്നെ ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പൊ വീണ്ടും സൂരജേട്ടൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഒന്നും കൂടി ഊന്നി അത് വീണ്ടും ചർച്ചയായി. അങ്ങനെയാണ് പിന്നെ അത് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ഈ തിരക്കഥ രംഗത്ത് നോക്കുമ്പോഴേ താങ്കളുടെ തിരക്കഥകൾ സൂരജിൻ്റെ പടത്തിൽ കാണുന്ന പോലെ എൻ്റെ ഭാഷയുടെ ആയാലും അതിൻ്റെ ഒരു മേക്കിങ്ങിലും ഒക്കെ തന്നെ ഒരു മിതത്വം പാലിക്കാറുണ്ട്. അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ സിനിമകളുടെ എല്ലാ ചേരുവകളും ചേരുമ്പോൾ പോലും എന്ത് ഒരു വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ടുപോകും. എങ്ങനെയാണ് ആ എഴുത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, തിരക്കഥ അല്ലെങ്കിൽ ആ ഒരു രചനാരീതികളെക്കുറിച്ച് എന്ന് പറയാമോ?
എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കഥകൾ അല്ലെങ്കിൽ ഞാൻ തിരക്കഥയാക്കി മാറ്റുന്ന സിനിമകൾ എന്നൊക്കെ പറയുന്നത് എല്ലാം നിൽക്കുന്നത് എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് തന്നെയാണ്. ഇപ്പോൾ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്നുള്ള സിനിമ ഉണ്ടാവുന്നത് വളരെ ചെറിയൊരു പ്രമേയമാണ്. അതായത് പേടി, ഭയം. ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാം ഒരിക്കലും ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഇത് എന്റെ ചിന്തയാണ്. എപ്പോഴും ഞാൻ അതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പൊ ഭയം എന്നുള്ള വികാരം എനിക്ക് തോന്നുന്നില്ല ഒരു കുഞ്ഞിവിടെ പിറന്നു വീഴുമ്പോൾ ഉണ്ടായ ഒരു വികാരമാണ്. അത് ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വികാരമാണ്. അത് പല രീതിയിലാവാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇരുട്ടിനെ ഭയക്കുന്ന സ്വഭാവം നമ്മുടെ നാട്ടില് ഉണ്ട്. പണ്ടൊക്കെ അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിറ്റിയിലൊന്നും താമസിക്കുന്ന കുട്ടികൾക്ക് അത്രമേൽ അറിയുന്നുണ്ടാവില്ല. നമ്മളൊക്കെ നാട്ടിൻപുറത്തെ കുഞ്ഞുങ്ങൾ ആഹാരം കൊടുക്കുമ്പോ കാട്ടുമാക്കം വരും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇരുട്ട് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഭൂമിക്ക് അപ്പുറത്ത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു, അത്രേ ഉള്ളൂ, അപ്പുറത്താണ് സൂര്യൻ, അതേ ഉള്ളൂ എന്ന് പറഞ്ഞു തരുന്ന ഒരാൾ പോലും നമുക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ കാര്യം. അപ്പൊ ആ ഭയം എന്ന് അത് ഒരുപക്ഷെ അത് പറഞ്ഞ് തന്നിരുന്നെങ്കിൽ ഇരുട്ടെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ലൈറ്റ് ഓഫ് ചെയ്യുന്ന പോലെ ഉള്ളൂ ഇരുട്ട്, ലൈറ്റ് ഇടാം. നാട്ടിൻപുറത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, നഗരങ്ങളിലെ നഗരങ്ങളിലെ വിഷയം വ്യത്യാസമുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവും, ഭക്ഷണം കൊടുക്കുന്നതിന് ഈ പറയുന്ന പോലെ പറയുക, എന്നൊക്കെ പറയും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരാളെ എത്രമാത്രം എഫക്ട് ചെയ്യുന്നു, അയാൾ അത് ആ ഭയത്തിൽ നിന്ന് അതിനേക്കാൾ വലിയ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ വിഷയം. മറിച്ച് ഇപ്പൊ വിശേഷത്തിലേക്ക് എത്തി വരുമ്പോ 140 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത്, ഇത്രയധികം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടിയ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥാപനമാണ് ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും ഒക്കെ ആയിട്ട്. അപ്പൊ ഇതിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ, അപ്പൊ ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. ആ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വേറൊരു വീക്ഷണത്തിലൂടെ പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് രചയിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുന്നത്. അതിന്റെ മിതത്വം എന്ന് പറയുന്നത് സാധാരണക്കാരനിലേക്ക് ഇത് ഏറ്റവും എളുപ്പത്തിൽ എത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. നമുക്ക് തലയ്ക്ക് മുകളിൽ ഇവിടെ പോകുന്നൊരു കാര്യം ചെയ്യാനുള്ള ഇതല്ല. കാരണം ഇത് ഏറ്റവും നന്നായിട്ട് റിലേറ്റബിൾ ആവുന്നത് ഈ സാധാരണക്കാരനാണ്. അവൻ ഇതിലൂടെ ദൈനംദിനം സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തിലാണ് അതിന്റെ മിതത്വം കീപ്പ് ചെയ്യാനൊക്കെ ഉള്ളൊരു സാധ്യത, അതൊരു സാധ്യതയാണ്. വിശേഷത്തിന്റെ പ്രമേയം നഗരവാസികൾക്കും ഗ്രാമീണരായ സാധാരണ മനുഷ്യനും ഒരുപോലെ അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അറിയാവുന്ന കാര്യങ്ങളാണ്, നേരിടുന്ന പ്രശ്നങ്ങളാണ്. നമ്മളൊരാളായിട്ട് മാറും. തിയേറ്ററിലേക്ക് നമ്മൾ ഞാനാണോ എന്ന് തോന്നിപ്പോകും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ അയൽവാസികളോ സുഹൃത്തുക്കളോ ഒക്കെ ആകുന്ന, അങ്ങനെ അത്രയേറെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്ന കഥാപാത്രമായിരുന്നു. അപ്പൊ അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, അങ്ങനെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും നിരീക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ അങ്ങനെ ആ ഒരു നിരീക്ഷണ പാഠവത്തിലേക്ക് അങ്ങയില് ഒരു തിരക്കഥാകൃത്ത് വളരാനുണ്ടായ ചുറ്റുപാടുകൾ എന്തായിരുന്നു? അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വളരെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സംഗീതത്തിലേക്കായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ പഠിച്ചത് സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്, ഫിലിം സ്കൂളാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴും എപ്പോഴും എന്ത് ആവശ്യം വരുമ്പോഴും മുന്നിലേക്ക് കഥ പറയുക എന്ന് പറയുന്നത്, അപ്പൊ ഈ കഥ ഉണ്ടാക്കുക എങ്ങനെയാന്ന് പറയാൻ അറിയില്ല. പാട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പറയാൻ എനിക്ക് അറിയില്ല. അപ്പൊ ഇത് ഞാൻ തിരിച്ചറിയുന്ന കാര്യം, എൻ്റെ മുന്നിലുള്ള ഒരു കാര്യത്തിനെ എനിക്കൊരു ആ വിഷയത്തിനെ ആസ്പദമാക്കി എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട്. അത് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ പറയാം, ആരോടാണ് ഞാൻ പറയുന്നത്, അവർക്ക് എങ്ങനെ പറഞ്ഞാലാണ് മനസ്സിലാവുക. ഒരു കുഞ്ഞ് ഒരു കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന കുഞ്ഞിനോട് പറയുന്ന പോലെ ആയിരിക്കില്ല 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളോട് പറയുന്നത്. ഈ വ്യത്യാസങ്ങൾ അറിയുക, തിരിച്ചറിയുക. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ കാര്യം, അത് എനിക്ക് തോന്നുന്നു ഉണ്ടായി വന്നതെന്ന് എങ്ങനെയെന്ന് പറയാൻ എനിക്കറിയില്ല. അത് എന്നും എപ്പോഴും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കാണുകയും, ഒരു പക്ഷെ എനിക്ക് തോന്നാറുണ്ട് അതിന്റെ ഇപ്പൊ ഒരു വീക്ഷണം പറയുകയാണെങ്കിൽ, ഇപ്പൊ രാഷ്ട്രീയത്തിൽ പറയുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചെറുപ്പം ആളുകളിൽ പലരും പറയുന്നത് എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയും. അപ്പൊ ഞാൻ അവരോട് തർക്കിക്കാറുണ്ട്. രാഷ്ട്രീയം ഇല്ല എന്ന് നിങ്ങൾ വെർബലി പറഞ്ഞാലും നിങ്ങളുടെ വീടിനകത്ത് നടുമുറ്റത്ത് വന്നിരിക്കുന്ന കാര്യമാണ് രാഷ്ട്രീയം. നിങ്ങളുടെ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. ജാതി ഇല്ലെന്ന് പറയുമ്പോൾ തന്നെയാണ്, ജാതി എല്ലായിടത്തും ഉണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയിൽ വരെ ജാതിയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ചുറ്റും
ചുറ്റും കാണുന്ന കാര്യങ്ങളാണ്, ഇത് പറയേണ്ടതാണ്. ഇതിന് മറ്റു വശമുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയപ്പോ ചരിത്രം, നമുക്ക് സ്കൂളുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ചരിത്രം എന്ന് പറഞ്ഞൊരു കാര്യം എന്തോ വേണ്ടാത്തൊരു കാര്യം പോലെ ആണ്, പഠിക്കാൻ മടിയുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അധികം വായിക്കാതെ കേടുപാടില്ലാത്ത പുസ്തക പലപ്പോഴും ചരിത്ര പുസ്തകങ്ങൾ, കണക്ക് പുസ്തകങ്ങൾ. അതെ. അപ്പോ ചരിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ സയൻസ് പഠിക്കണം എന്ന് പറയും, ചരിത്രം അപ്പൊ ചരിത്രം പഠിക്കണതിന്റെ ആവശ്യകത ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലം എങ്ങനെ ഉണ്ടായി എന്ന് അറിയണമെങ്കിൽ ചരിത്രം പഠിക്കണം. അപ്പൊ അതൊരു നിർബന്ധമായി മാറുകയും, ചരിത്രം പഠിക്കാൻ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം പലപ്പോഴും ഈ വർഷങ്ങളുടെ കണക്കും, ഗാന്ധി എന്ന് ജനിച്ചു ഇല്ല എങ്ങനെ എന്ന് മരിച്ചു എന്ന് പറയുന്ന കാര്യമാണ്. ആ വർഷം എന്നോടൊരു അധ്യാപകൻ, എന്റെ ചരിത്ര അധ്യാപകനാണ് എന്റെ വീക്ഷണം മാറ്റി തന്നത്. അതില് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ SSLC പഠിക്കുന്ന സമയത്ത് ചരിത്രത്തിന് ഇത്തിരി മാർക്ക് കുറയുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് നീ ഇത് മാത്രം ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ മാഷേ ഇത് പഠിച്ചിട്ട് ഇപ്പൊ എന്താ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരം ഇതായിരുന്നു. അതായത്, നിന്റെ പിറന്നാൾ നീ ഓർത്തിരിക്കും, നിന്റെ അച്ഛന്റെ പിറന്നാൾ നീ ഓർത്തിരിക്കും, നിന്റെ അച്ഛന്റെയും അപ്പൂപ്പന്റെയും ഒക്കെ ഇതായി. അപ്പൊ നിന്നെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോ അത് മാറി ഈ ലോകം തന്നെ അത്തരത്തിലുള്ള നമ്മുടെ ഇടമാണ്, ഇത് നമ്മുടെയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്തും ഇതൊരു തുറന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലെ ഡേറ്റുകളെല്ലാം നമുക്ക് അറിയേണ്ടത് ഡേറ്റ് അറിയാനല്ല, അതിലന്ന് എന്ത് സംഭവിച്ചു, എന്താണ് നടന്നതെന്ന് അറിയാനാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ചരിത്രത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇത്തരം കാര്യങ്ങളിലൂടെ അപ്പൊ ചരിത്രത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഞാൻ അത്തരം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്തരം വീക്ഷണങ്ങൾ, ഒബ്സർവേഷൻസ് ഒക്കെ കിട്ടുന്നത് സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അടക്കം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് സിനിമയാക്കപ്പെടേണ്ട കാര്യമാണ്. ചരിത്രം മറന്നുപോകുന്ന അവസ്ഥ. പക്ഷെ വേറൊരു കാര്യം ഉണ്ടാകുന്നത്, ഈ ചരിത്രത്തെ കുറിച്ച് ഇപ്പൊ വാസ്കോഡ് ഗാമ കാപ്പാട് വന്നിറങ്ങിയ ഡേറ്റോ കുണ്ടറ വിളംബരമോ ഇതൊന്നും പഠിച്ചത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു പ്രയോജനമില്ല എന്നൊരു വിശ്വാസ സങ്കല്പമുണ്ട്. വ്യക്തിപരമായ നമ്മുടെ വിജ്ഞാനത്തിന്റെ കാര്യങ്ങളൊക്കെ ചരിത്ര പണ്ഡിതനാണെന്നോ അത് ചരിത്ര ധാരണ. പക്ഷെ അതുകൊണ്ട് പ്രായോഗികമായ ലൈഫിൽ എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം യുവാക്കൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ചരിത്രത്തോട് മുഖം തിരിക്കുന്നത്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു പ്രായോഗിക തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മള് ചില കാര്യങ്ങൾ തൊട്ടറിയുകയും ചില കാര്യങ്ങൾ കൊണ്ടറിയുകയും ചെയ്യും. ഈ കൊണ്ടറിയുന്ന ഒരു കാര്യമായിട്ടാണ് ചരിത്രത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നാറ്. കാരണം നമ്മളൊരു വെള്ളപ്പൊക്കവും പ്രളയവും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ആ വഴിയൊക്കെ പണ്ട് നദിയായിരുന്നു, അവിടെയൊക്കെ വീട് കയറിയോണ്ടാണ് നമുക്ക് സംഭവിച്ചത്. ഈ തിരിച്ചറിവാണ് ചരിത്രം. അന്ന് അങ്ങനെ ആയിരുന്നു, അവിടെ കയറി പാർക്കാമായിരുന്നോ, നമ്മൾ ചെയ്യാമായിരുന്നോ എന്നുള്ള ചോദ്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആർക്കും അറിയില്ല, നമ്മൾ അറിയാതെ ചെയ്ത കാര്യമായിരിക്കാം. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് ഈ ചരിത്രം അറിയായിക തന്നെയാണ്. ഇവിടത്തെ ഞാൻ പറയുന്നത്, ഒരു യുദ്ധം ഉണ്ടായതിനെ കുറിച്ച് ഇന്നും പഠിക്കുന്നത് യുദ്ധം ഉണ്ടാകാതിരിക്കാനാണ്. അപ്പോ അതിന്റെ പ്രായോഗിക തലം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോ ഏത് കാര്യം വളരെ നിസ്സാരം കാര്യമായിരിക്കും. ഇപ്പൊ നമ്മുടെ തൊട്ട അയൽവാസിയായിട്ട് നമുക്ക് വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു അകൽച്ചയുണ്ടാവും, ചിലപ്പോ അവരായിട്ടൊരു തർക്കം ഉണ്ടാവും, അനന്തര തലമുറകൾ ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഇവർക്ക് അറിയുക തന്നെ ഇല്ല ഞാൻ എന്തിനാണ് ഇയാളായിട്ട് മിണ്ടാതിരിക്കുന്നതെന്ന്. അപ്പോ അവിടെ അയാൾക്കൊരു ആവശ്യം വന്നാൽ മറ്റാൾ ഓടി വരേണ്ട സ്ഥലമായിരിക്കാം. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഒരു മേശയ്ക്കപ്പുറം എന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അതെ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇപ്പൊ മതപുസ്തകങ്ങൾ ചരിത്രമാണ് പറഞ്ഞു തരുന്നത്. ചരിത്രമായിട്ട് കാണാമല്ലോ. നമ്മുടെ പുതിയ തലമുറ അല്ലെ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ ഈ പുതിയ കാലങ്ങള് യഥാർത്ഥ ചരിത്രമല്ല പഠിപ്പിക്കുന്നതെന്നും കൃത്രിമമായ ചരിത്രങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ കരിക്കുലത്തിലായാലും പാഠ്യപദ്ധതിയിലായാലും പുരാണ കഥകളും സാരോപദേശ കഥകളും പഠിക്കേണ്ട ഗതികേടാണ് പുതിയ തലമുറ. അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് ശരിയല്ല. കാരണം ഒരു പുസ്തകം, ഇപ്പൊ ഞാൻ ഇതിനെ എല്ലാ മതഗ്രന്ഥങ്ങളെയും പുസ്തകമായിട്ടാണ് കാണുന്നത്. സാധാരണ പുസ്തകം, ഒരു കഥാപുസ്തകം, ഒരു നോവൽ വായിക്കുന്ന രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അതിന് നല്ല വശങ്ങളും ഉണ്ടാവും, മോശം വശങ്ങളും ഉണ്ടാവും. ഇത് വേർതിരിച്ചെടുക്കുന്നത് വായനക്കാരന്റെ ഇതാണ്. എനിക്ക് ഒരിക്കലും മഹാഭാരതത്തില് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോ ദുര്യോധനൻ എന്നല്ലല്ലോ, സുയോധനൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് ദുര്യോധനൻ എന്ന് പ്രയോഗിക്കപ്പെട്ടത് എപ്പോഴാണ് എന്നുള്ള ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്.
ഇത് അല്ല ഞാനിത് ചർച്ച സംസാരിച്ച് പോകാമല്ലോ. പക്ഷെ പറയുമ്പോ പറയുക ഒരു എഴുത്തുകാരൻ അത് തീർച്ചയായിട്ടും പറയേണ്ട വിഷയങ്ങൾ കൂടിയാണ്. നമ്മൾ സാമൂഹ്യ ചുറ്റുപാടിൽ സംസാരിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ പരാമർശിക്കേണ്ട കാര്യങ്ങളാണ്. അതെ. അപ്പൊ ഇത്തരം കാര്യങ്ങള് നമ്മളൊരു അത് തന്നെ ഒരു ചരിത്രത്തിന്റെ തിരുത്താണ്. ദുര്യോധനനായത് എങ്ങനെ എന്നുള്ളത്. അപ്പൊ ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. നമുക്ക് പ്രകീർത്തിക്കപ്പെടേണ്ടത് ഏതാണെന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ച് അത് അടിച്ചേൽപ്പിച്ച് അതിനെ വാഴ്ത്തിപ്പാടുന്നൊരു സ്വഭാവം നമുക്ക് മനുഷ്യരിൽ ഉണ്ട്. അപ്പൊ അത് ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ശരിയായിക്കൊള്ളണം എന്ന് ഇല്ല. പക്ഷെ വന്ന വഴി അറിയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ചരിത്രം വായിക്കുന്നത്. ആ വന്ന വഴിയിൽ ഗാന്ധിയുടെ വഴിയും ഭഗത് സിംഗിന്റെ വഴിയും രണ്ടായിരുന്നു. ഗാന്ധിയെ എതിർക്കുന്നവർ ഒരുപാട് ഉണ്ട്. ഒരു ഈവൺ അവരുടെ ഭഗത് സിംഗിന്റെ തൂക്കിലേറ്റപ്പെട്ട ദിവസത്തെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുമ്പോൾ ലാഹോർ സമ്മേളനം നടക്കുന്നതിന്റെ ഇതിൽ പ്രതിസന്ധി നേരിടുന്ന കണ്ട് ഒരു ദിവസം മുന്നേ വരെ കൊന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയുക. നമ്മളിപ്പോ ഗാന്ധിയുടെ വഴികളല്ല പഠിക്കുന്നത്, അല്ല ഗോഡ്സയുടെ വഴികളാണ്. ഗാന്ധിക്കുള്ള അതേ പ്രാധാന്യം ഗോഡ്സയ്ക്ക് ഉണ്ടല്ലോ, മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. അല്ലെ പുതിയ തലമുറ കുട്ടികൾ അത്തരം ചരിത്രം പഠിക്കുന്നത്. അത് അല്ല ഞാൻ പറഞ്ഞത് അതാണ്, ഇതിനെ തിരിച്ചറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയട്ടെ, ഇപ്പൊ ചരിത്രത്തിലൊരു തിരുത്ത് വരുത്തുന്നത് അറിയാതെയല്ലല്ലോ പോകുന്നത്, അതിനെ എതിർപ്പ് പറയാതെയല്ലേ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആ പറയാതെ പോകുന്നത് ആരാണ്? ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത്, ഇപ്പൊ നമ്മൾ തലമുറ ആകെ കൈമോശം വന്നവരാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു ഇടത്ത് എനിക്കൊരു സ്ഥാപനത്തിന്റെ പേരിൽ ഒരു യൂത്ത് ഐക്കൺ അവാർഡ് തരാൻ അവർ വിളിച്ചു. ഞാൻ പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോ അവിടെ ആദ്യം ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ ഈ യുവതലമുറ ആകെ കൈമോശം വന്നു, മയക്കുമരുന്ന് അത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവരെനിക്ക് അവാർഡ് തരാൻ വേണ്ടി വിളിച്ചു. ഞാൻ പറഞ്ഞു ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യൂത്ത് ഐക്കൺ അവാർഡ്, അതായത് കൈമോശം വന്ന തലമുറയിലെ ഏറ്റവും കൈമോശം വന്ന ആളായിരിക്കണം അത് വാങ്ങിക്കാൻ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാം, തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ നാട്ടിലിപ്പോ നിങ്ങളുടെ കാലഘട്ടത്തിൽ വെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. പാടങ്ങൾ നികത്തി വീട് വെച്ചത് ഞങ്ങളല്ല, നിങ്ങളാണ്. വിദ്യാഭ്യാസത്തിന് നിങ്ങൾ 8 മൈൽ ദൂരം നടന്നു പോയതിന്റെ കഥ പറയും. പക്ഷെ അന്ന് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അംഗീകരിച്ചാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കച്ചവടവൽക്കരിച്ചത് ഞങ്ങളല്ല, നിങ്ങളാണ്. നിങ്ങൾ പറയുന്ന മാത്രം പഠിച്ച് എഞ്ചിനീയറോ ഡോക്ടറോ ആവാൻ ഞങ്ങളെ നിർദ്ദേശിച്ച് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കുത്തിയിറക്കി കാശും ഇറക്കിയിട്ട് ആ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഞങ്ങളല്ല, നിങ്ങളാണ്. അന്ന് 7 or 8 മക്കളുള്ള ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ അച്ഛനും അമ്മയും നിൽക്കുന്നുള്ള ഉറപ്പ് താരതമ്യേന ഉണ്ടായിരുന്നു. ഇന്ന് ഒരു കുഞ്ഞേ ഉള്ളൂവെങ്കിൽ ആ അച്ഛനും അമ്മയും ആ കുഞ്ഞിന് വേണ്ടി നിൽക്കുന്ന യാതൊരുവിധ ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. കാലഘട്ടം അങ്ങനെയാണ്. ഇതിലേക്കൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങളാണ് കുറ്റക്കാരെന്ന്. കുറ്റക്കാരാരാന്ന് നോക്കാൻ പോയാൽ ഇതിനുള്ള നേരെ ഉണ്ടാവുള്ളൂ. എന്റെ അച്ഛൻ ജനിക്കുന്ന കാലത്ത് കമ്പ്യൂട്ടർ ഉണ്ടായിട്ടില്ല. ഞാൻ +2 പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കാണുന്നത്. നാളെ എന്റെ അടുത്ത തലമുറ ജനിക്കുമ്പോഴേ ഇതായിട്ടാണ്. ഇത് താരതമ്യപ്പെടുത്തലല്ല, അതൊരു എവല്യൂഷന്റെ ഭാഗമാണ്. അപ്പോ പുതിയ ആൾക്കാരിലേക്ക് എന്താണ് നമ്മുടെ കയ്യിൽ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ബോധ്യം ഉണ്ടാവുന്ന ഒരു ജനറേഷൻ ഉണ്ടാവുന്നതാണ് എന്റെ സങ്കല്പത്തിൽ ഉള്ള നല്ല വശം. അതെ, അല്ല നമ്മളുടെയൊക്കെ ഒരു ബാല്യകാലം വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും എന്തുകൊണ്ടും മികച്ചതാണ്. എൻ്റെ മകൻ, ഞാൻ പറയണേ, ഇപ്പം എൻ്റെ മകൻ്റെ ഇപ്പോൾ സ്വഭാവം നോക്കിയിട്ട് അവൻ്റെ കൾച്ചർ നോക്കുമ്പോൾ അവനേക്കാളും പരമബോർണായിരുന്നല്ലോ ഞാനും എൻ്റെ തലമുറയും. കാരണം ആ കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ ഒരു മുതിർന്നവരെ പേര് വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ താഴ്ന്ന സമുദായങ്ങളിലുള്ള മുതിർന്ന അപ്പൻ്റെ ഒക്കെ പ്രായമുള്ളവരൊക്കെ പേര് വിളിച്ചാണ് നമ്മുടെ തലമുറ ശീലിച്ചത്. ഇപ്പൊ ഇന്ന് അങ്ങനെയല്ല. കുട്ടികൾ വളരെ ആദരവും സ്നേഹവും കാണിക്കാറും മാറി. അപ്പൊ അത് തന്നെ വലിയൊരു മാറ്റമാണ്. നമ്മുടെ മുത്തച്ഛന്റെ പ്രായമുള്ള ഒരാളെ പേരെടുത്ത് വിളിക്കുന്ന ഒരു തലമുറയുടെ ആൾക്കാരാണ് നമ്മൾ. ആ ആൾക്കാരാണ് ഇപ്പൊ കുഞ്ഞുങ്ങൾ മോശക്കാരാണെന്ന് പറയുന്നത്. പിന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ ഇപ്പൊ ഒരു ബസ്സിലാണെങ്കിൽ പോലും ഒരു യാത്രക്കാരൻ മുതിർന്നവർ എഴുന്നേറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു നമ്മളെ ശീലിച്ച പോലെ പാരമ്പര്യ വഴികളിലുള്ള ആചാര മര്യാദകൾ അവർ കാണിക്കണമെന്നില്ല. അപ്പൊ നമ്മളുടെ തലമുറ അല്ലെങ്കിൽ മുതിർന്ന തലമുറക്ക് അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു തോന്നലുകളുണ്ട്. നമ്മളെപ്പോലെ തന്നെ ആവണം നമ്മുടെ കുട്ടികൾ, നമ്മുടെ ശീലങ്ങൾ അനുസരിക്കണം എന്നൊരു തോന്നലുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരം കുറ്റപ്പെടുത്തൽ വരുന്നത്.
അതെ അതെ, ഞാൻ പറയുന്നത് ആ തോന്നലുകൾ അതിജീവിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നവർ ഭക്ഷണം കഴിച്ച രീതിയിലല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്, അവർ തുണി കൊടുത്ത രീതിയിലല്ലല്ലോ നമ്മൾ തുണി എടുക്കുന്നത് എന്ന് പറയുന്ന പോലെ അടുത്ത ആൾ ഇതായിരിക്കണം എന്ന് കർക്കശ ബുദ്ധിയോടുകൂടി നോക്കി കാണാതെ തുറന്ന സമീപനമായിട്ട് നോക്കിക്കണ്ട് അതിലെന്തെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാം പറ്റും. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച വഴിയിലൂടെ വന്നതുകൊണ്ട് ഒരുപാട്, അതായത് മുന്നേ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഭൂമി കുലുക്കം ഉണ്ടാവുന്ന സ്ഥലമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ വീട് വെക്കരുത് നമുക്ക് പറയാം. പക്ഷെ ആ വീട് വെക്കുന്നതിന് മൊത്തത്തിൽ നിരാകരിക്കുകയല്ല വേണ്ടതെന്നാണ് ഞാൻ. തീർച്ചയായിട്ടും അതെ. പക്ഷെ ആനന്ദിന്റെ രചന ഒരു ചുറ്റുപാടിൽ വീടിന്റെ സ്വാധീനം അല്ലെ രക്ഷിതാക്കളുടെ സ്വാധീനം ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ? അങ്ങനെ എഴുത്തിന്റെ പശ്ചാത്തലം വീട്ടിലുണ്ടായിരുന്നു? ആരും എഴുത്തുകാരൊന്നും ആയിരുന്നില്ല. എങ്കിലും വായനയും പുസ്തകങ്ങളും അങ്ങനെ ഒരു അച്ഛൻ നന്നായി വായിക്കും, അമ്മയും നന്നായി വായിക്കും. മാതൃഭൂമി വീക്കിലി നമ്മൾ എപ്പോഴും വരുത്തുന്നതാണ്. ഞാൻ അങ്ങനെ വലിയ വായനയുള്ള ഒരാളല്ല അവരെ വെച്ച് നോക്കുമ്പോ, പക്ഷെ വായിക്കുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട ആ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ടായിരിക്കാം അല്ല ഒരു നാട്ടിൻപുറത്തിന്റെ നന്മകളെ കഥാപാത്രങ്ങൾ വന്നു ചേരാറുണ്ടല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ എന്താ വെച്ചാൽ ഇരിഞ്ഞാലക്കുട എന്റെ സ്വദേശമാണെങ്കിലും ഞാൻ പലപ്പോഴും ഇരിഞ്ഞാലക്കുട ഉണ്ടായിട്ടില്ല. എന്റെ പഠനമൊക്കെ പല ഇടങ്ങളിലായിരുന്നു. ഞാൻ കുറെ കാലം തമിഴ്നാട്ടിലായിരുന്നു പഠിച്ചിരുന്നത്, കുറെ കാലം കോഴിക്കോട് പേരാമ്പ്രയായിരുന്നു പഠിച്ചിരുന്നത്. പേരാമ്പ്ര പഠിക്കുമ്പോ ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ എന്തോ അല്ലേ, ഒരു കൂട്ടായ്മ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പേരാമ്പ്ര എന്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ സ്ഥലമാണ്. ഒരുപക്ഷെ ഇരിഞ്ഞാലക്കുടയേക്കാൾ എനിക്ക് തോന്നുന്നു എന്നെ സ്വാധീനിച്ച മനുഷ്യരുണ്ടാവുക കോഴിക്കോട് പേരാമ്പ്രയുള്ളവരായിരിക്കും. എന്തൊക്കെയാണ് സ്വാധീനിക്കപ്പെട്ട ഘടകങ്ങൾ? എന്തൊക്കെയായിരുന്നു? വളരെ ലളിതമായ ജീവിതം എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും. പേരാമ്പ്രയുള്ള ആളുകൾക്ക് അന്ന് കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവരുടെ ഒരു മാക്സിമം ആഗ്രഹം, ആംബിഷൻ എന്നൊക്കെ പറയുന്നത് ഒരു സ്കൂൾ മാഷാവുക എന്നുള്ളത്. അവര് അവിടെ നിന്ന് തന്നെ സ്കൂൾ മാഷായിരിക്കും, അയാൾക്ക് വീട്ടിൽ പറമ്പ് സ്ഥലം ഉണ്ടാവും, അവിടെ കുറച്ച് പൂള നട്ടിട്ടുണ്ടാവും, കപ്പ നട്ടിട്ടുണ്ടാവും. വൈകിട്ട് വരുന്നു, മീൻ മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് മത്തി വാങ്ങിക്കുന്നു, ഈ പൂളൊക്കെ കിഴങ്ങ് കൂട്ടി കഴിക്കുന്നു, വൈകിട്ടൊരു സമൃദ്ധമായ ചോറ് കഴിക്കുന്നു, മേലനങ്ങി പണിയെടുക്കുന്നു. ഇതിനപ്പുറത്തുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും അവർ ചിന്തിക്കാതെ രാഷ്ട്രീയമുണ്ട്, ഇതൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നൊരു മനുഷ്യരാണ്. അപ്പോൾ അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഈ പരസ്പര സ്നേഹം, ഒരു കല്യാണം തന്നെ, ഒരു കല്യാണം എനിക്ക് ഒരു കല്യാണത്തിന് 10 ദിവസം മുമ്പേ എല്ലാവരും കൂടി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ചാക്ക്, എൻ്റെ അയൽവക്കത്തെ ചേച്ചിയുടെ കല്യാണത്തിന് ചാക്ക് കണക്കിന് അരി കൊണ്ടുവന്ന് താർപ്പായിലിട്ട് അതിന് അയൽവാസികളായ എല്ലാരും ചുറ്റിനിരുന്ന് അതിൽ കല്ലുപെറുക്കി കളഞ്ഞു. അമ്മികൾ ഒരു 15 എണ്ണം നിരത്തി അയൽവക്കക്കാരാണ് അരയ്ക്കുന്നത്. അപ്പൊ ഈ കാഴ്ചയൊന്നും ഇനി എത്ര നമ്മൾ കണ്ട കാഴ്ച നമ്മുടെ തലമുറയ്ക്ക് കാണാൻ പറ്റാത്ത കാഴ്ച കൂടിയാണ്. അത്തരം സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും. പിന്നെ പേരാമ്പ്ര അവിടെ വെച്ചിട്ടാണ് സംഗീതത്തിലേക്ക് വരുന്നത്. ഞാൻ സംഗീതം പഠിക്കാൻ തുടങ്ങുന്നത് ചെണ്ടയാണ്. ഞാൻ പഠിക്കാൻ തുടങ്ങി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തന്നെയാണ്. അതിന് കാരണം ഞാൻ ചെണ്ട പഠിക്കണം എന്ന് വിചാരിച്ച ആളല്ല. ഞാനന്ന് താജ്മഹൽ ചായപ്പൊടിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഉസ്താദ് സക്കീർ ഹുസൈനും എല്ലാവരൊക്കെ കൂടിയിട്ട് വായിച്ചിട്ട് വാ താജ് എന്ന് പറയും. ഇത് കണ്ടിട്ട് ഒരു 3 വയസ്സൊക്കെ ആയപ്പോ ഇതെന്താണെന്ന് അറിയാനുള്ള കൗതുകത്തിൽ ചോദിച്ചു കഴിയുമ്പോൾ തബലയാണ്. അപ്പൊ തബല പഠിക്കാനുള്ള സൗകര്യം ഒന്നും ചുറ്റിനും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അച്ഛൻ ചെണ്ട പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ട് ചേർത്തത്. ചെണ്ടയാണ് പഠിച്ചു തുടങ്ങിയത്. അത് പക്ഷെ നന്നായി അത്യാവശ്യം നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുമായിരുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ പലയിടങ്ങൾ അച്ഛന് പിന്നെ തമിഴ്നാട്ടിലേക്ക് ജോലി ഇതായി. പിന്നീടാണ് പേരാമ്പ്രയ്ക്ക് വരുന്നത്. പേരാമ്പ്രയ്ക്ക് വന്നതോടുകൂടി സുഹൃത്തുക്കൾ പലരും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ കൂടെ കൂടി. അത് അന്നേരമാണ് ഞാൻ ആദ്യമായിട്ടൊരു കീബോർഡ് വാങ്ങിക്കുന്നത്. കീബോർഡ് വാങ്ങിക്കുന്നത് പോലും ഈ പറഞ്ഞ പോലെ അച്ഛൻ പറയാ ചെണ്ട കൊട്ടിയിട്ട് കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ് സൂക്ഷിച്ചു വെച്ചിട്ടാണ് പിന്നെ നമ്മളൊരു കീബോർഡ് വാങ്ങിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളൊക്കെ ചെണ്ട കൊട്ടാൻ പരിപാടി അങ്ങനെ പോയിരുന്നു. ഞാൻ അമ്പലങ്ങളില് ഇപ്പൊ ഞാൻ പോവാറില്ല. പ്ലസ് ടു വരെയൊക്കെ കഷ്ടിച്ച് പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയായിരുന്നു അത് വന്നത്, സംഗീതത്തിലേക്ക് വരുന്നത്. ഈ പാട്ടിലേക്കാണ് അതാ ഈ
ഉപകരണ സംഗീതത്തിലേക്കാണ് വരുന്നത്? ഞാൻ കമ്പോസ് ചെയ്യാനാണ് തുടങ്ങിയത് പാട്ടുകൾ. പാട്ടൊക്കെ പാടുമായിരുന്നു അന്ന്? ഞാൻ പാട്ടുകാരനേ അല്ല, ഞാൻ ഉപകരണങ്ങൾ വായിക്കുകയും അത് കമ്പോസ് ചെയ്യുകയും അത് പാടിക്കൊടുത്ത് മറ്റൊരാളെ കൊണ്ട് പാടിക്കുന്ന രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്റെ ശബ്ദത്തെ കുറിച്ച് ഭയങ്കര അപഹർഷതാബോധം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ മനോഹരമായ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? അതെ 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 അതെ. പൊടിമീശ മുളയ്ക്കണ ആനന്ദിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം കാണുന്നത് ആ പാട്ടാണ്. അതിന്റെ 2 വരി ഒന്ന് പാടാവാ? ഓ, സൂപ്പർ പാട്ടാണത്. അതിൽ ഒരുപാട് ആൾക്കാരെ സ്വാധീനിച്ച പാട്ടാണ്. ശരിക്കും പഴയ കാലത്ത് ഒരു പാട്ട് എൻ്റെ ഒരു ഓർമ്മകൾ ഉണർത്ത പാട്ട് കൂടിയാണ്. എങ്ങനെ ആ പാട്ടിലേക്ക് അങ്ങനെ ഒരു സംഗീതത്തിലേക്ക് വരികയും അതിന്റെ ഒരു സാധ്യതകളൊക്കെ ഒന്ന് പറയാവോ? എങ്ങനെയാണ് എത്തി? സൂരജിന്റെ പടത്തിലാണല്ലോ. അതെ 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 അതെ. അത് ആ സിനിമയിൽ ഞാൻ പാട്ട് ചെയ്യാനല്ല പോയിരുന്നത്, എന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ് വിളിച്ചിരുന്നത്. പക്ഷെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ആവേശത്തിൽ ഞാൻ പോയിട്ട് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുകയും സൂരജേട്ടനെ, അതിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ഒരു അജീഷ് ചേട്ടനുണ്ട്, അജീഷ് ചേട്ടനെയും കേൾപ്പിച്ചു. അവർക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതിന് സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് രാഘവൻ മാഷ്ട ഗാനങ്ങളുടെ സ്വാധീനം ഉണ്ട്. രാഘവൻ മാഷ് എനിക്ക് തോന്നാറുണ്ട് ഈ വളരെ ലളിതമായ സംഗീതം മലയാളിക്ക് തന്നിട്ടുള്ള, ആത്മവിദ്യാലയം വളരെ വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഭയങ്കര ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്ന പാട്ടുകളാണ് രാഘവൻ മാഷ്ട എന്ന് പറയുന്നത്. ആ സ്വാധീനമാണ് ആ ഗാനത്തിലേക്ക് എത്തിച്ചത്. ഈ രാഘവൻ മാഷ്ടയായിരുന്നു മ്യൂസിക് സംഗീത സംവിധാന രംഗത്ത് നമ്മളൊരു റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ മാതൃകയായിട്ട് കാണാൻ ശ്രമിച്ചിട്ടുള്ളത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് സ്വാധീനം പലരുടെയും ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടം എന്ന് പറയുന്നത് AR റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇതിലായിരുന്നു. പക്ഷെ എന്റെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് ഒരു സംഗീത സംവിധായകന്റെ ബാധ കൂടിയ പോലെ മറ്റു ഗാനങ്ങൾ ഉണ്ടാക്കലല്ല എന്റെ ജോലി എന്നുള്ള തിരിച്ചറിവുണ്ടായി. അപ്പൊ അന്ന് നമ്മൾ പലരുടെയും കേൾക്കുന്നു, അതിൽ നിന്ന് നമുക്ക് നമ്മുടേതായിട്ട് എന്ത് പുതിയത് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെയാണ്. അതല്ല, ഈ ആനന്ദിന്റെ ഒക്കെ ഒരു തലമുറയിൽപ്പെട്ട ഒരു സംഗീത സംവിധായകന്റെ ഒരു ചുറ്റുപാട് നോക്കുമ്പോഴേക്കും രാഘവൻ മാഷ്ട പോലുള്ള പാട്ടുകൾ, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ, അതൊക്കെ മാഷ്ട പാട്ടല്ലേ? അപ്പൊ അത്തരം പാട്ടുകൾ കേൾക്കാനും അത് സ്വാധീനിക്കാനും കഴിയുക എന്നുള്ളൊരു അത് ബാബുക്കയുടെയും ബാബുരാജിന്റെയും MS ബാബുരാജിന്റെയും രാഘവ മാഷ്ടൊക്കെ പാട്ടുകള് വീട്ടിൽ അച്ഛൻ വയ്ക്കും. അപ്പൊ അതാണ് സ്വാധീനം. അച്ഛനും അമ്മയും ഏത് നേരവും പാട്ടുകൾ വെച്ചിരുന്നു. വീട്ടില് പാട്ട് സ്റ്റോപ്പ് ചെയ്യുന്നൊരു അവസ്ഥയില്ല. റേഡിയോ ആയിരുന്നു. പിന്നീട് അത് CD ആയിരുന്നപ്പോ HMVയുടെ ഇവരുടെ ഫുൾ വോളിയം കാസറ്റ് CD കിട്ടുമായിരുന്നു. അപ്പൊ അത് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഏതു നേരം പാട്ടുണ്ടായ ഒരു വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പൊ ഈ ജയചന്ദ്രൻ അവിടെ അല്ലേ? അതെ കാണിയല്ലേ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സൗഹൃദം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ? അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. പൊടിമേശയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. വളരെ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പാടുന്ന കേൾക്കാനുണ്ടായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ നാട്ടുകാരൻ എന്ന രീതിയിൽ അതെ അതെ നാട്ടിലൊരു പരിപാടി അദ്ദേഹത്തെ കൊണ്ട് പാട്ട് പാടിക്കുമ്പോഴത്തേക്ക് ഒരു എങ്ങനെയായിരുന്നു നിങ്ങളൊരു ഇന്റിമസി ഉണ്ടല്ലോ? അദ്ദേഹം വന്നു പറഞ്ഞ അദ്ദേഹം വേറൊരു കാര്യത്തിൽ നിന്ന് വന്ന് ഇത്തിരി ദേഷ്യത്തിലാണ് പൊതുവെ. അതെ അതെ. അപ്പൊ അന്നത്തെ ദിവസത്തിൽ ദേഷ്യത്തിലായിരുന്നു. അപ്പൊ ഞാൻ പുതിയൊരാളുമാണ്. അപ്പൊ വന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോ പാട്ട് കേട്ടില്ല. പാട്ട് കേൾക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പുതിയ സംഗീത സംവിധായകർ ഇങ്ങനെ അവര് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യണം, വിദ്യാസാഗറിനെ പോലെയും ഒക്കെ ആണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ പാട്ട് കേൾപ്പിച്ചപ്പോ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. പാടുകയും ചെയ്തു. പാടിക്കഴിഞ്ഞ് എനിക്ക് വേണ്ട തിരുത്തലുകൾ, മാറ്റങ്ങൾ അദ്ദേഹം അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട നേരാണ്, അതുപോലും മാറ്റിവെച്ച് അദ്ദേഹം അന്ന് വൈകിട്ട് 3:30 ഊണ് കഴിക്കുന്നത്, പാട്ട് മുഴുവൻ പാടി തീർത്തത്. അപ്പൊ അത് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ചെറിയ ഗാനമാണെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാനൊരു അത്ഭുതത്തിനെ കണ്ട പോലെയായിരുന്നു. അതായിരുന്നു സിനിമയിലെ ആദ്യ പാട്ട്? അല്ല, എന്റെ ആദ്യ ചിത്രം എന്ന് പറയുന്നത് മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യമായി ഇറങ്ങുന്നത്. അതിനു മുമ്പ് ഞാനൊരു ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വെളിച്ചം കണ്ടില്ല. അങ്ങനെയാണ്. ഇത് നല്ല രസമുള്ള പാട്ടാണ്. ചേട്ടന്റെ ഏറ്റവും മനോഹരമായ പാട്ടാണ് അല്ലെ? നന്നായി. കാരണം ശ്രദ്ധിക്കപ്പെട്ട പാട്ട് ഇതുപോലെ അനുഗ്രഹീതനായ ഒരു ഗായകനിലൂടെ പുറത്തുവിടാൻ പറ്റിയെന്നുള്ളത്. പിന്നീട് സംഗീതം കൊടുത്ത പാട്ടുകൾ ഏതൊക്കെയാ? സിനിമകൾ ഏതൊക്കെയായിരുന്നു? സിനിമകള് പ്രേതം 1, 2 ഭാഗം, ഞാൻ മേരിക്കുട്ടി,
പുണ്യാളൻ പ്രൈവറ്റ് രണ്ടാം ഭാഗം. പിന്നെ അതിലൊക്കെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കമല എന്ന് പറഞ്ഞ ചിത്രം ചെയ്തു. പിന്നെ കൃഷ്ണൻകുട്ടി മണി തുടങ്ങി ചെയ്തു. ഇപ്പൊ വിശേഷത്തിലെത്തി.